ശിരൂരിൽ അർജുന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം ഇന്ന് എത്തും എന്നാണ്. ഏകോപിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചെന്നുള്ള ആരോപണവും ഉണ്ടായിരുന്നു. കോൺഗ്രസ് എം.എൽ.എ. സതീഷ് കൃഷ്ണ സെയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് എം.എൽ.എ. സതീഷ് കൃഷ്ണ സെയിൽ അദ്ദേഹം ഈ വീഴ്ച സംഭവിച്ചത് അവിടെ സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആണ് അധികാരത്തിൽ എന്നതുകൂടി ഓർക്കുക. ശരി, നമുക്ക് വീണ്ടും ശ്രീജിത്തിലേക്ക് തന്നെയാണ് എത്തേണ്ടത്. അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ തരും. ശ്രീജിത്ത്, സൈന്യം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തേക്കായിരിക്കും എത്തുക? ഇനി അവിടെയുള്ള രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു കഴിഞ്ഞു? അതിന്റെ വിവരങ്ങൾ കൂടി. അനു, വളരെ പ്രതീക്ഷയുള്ള നിമിഷങ്ങളിലൂടെയാണ് നിലവിൽ ഈ ദൗത്യ സംഘവും അതോടൊപ്പം തന്നെ ബന്ധുക്കളും കടന്നു പോകുന്നത്. നിലവിൽ ഇവിടെയുള്ള ബന്ധുക്കളും കടന്നു പോകുന്നത് കാരണം ഈ ലോറി പ്രതീക്ഷിക്കുന്ന സ്ഥലം GPRS ഉൾപ്പെടെ കണ്ടെത്തിയ ഇന്നലെ റഡാറിൽ തെളിഞ്ഞ പ്രദേശത്താണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത്. അതിന് സമീപത്ത് തന്നെ നിലവിൽ ഈ മണ്ണു മാറ്റി ആ പ്രദേശത്തിന്റെ പകുതിയോളം എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ നിലവിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ലോറിക്ക് സമീപം എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ദൗത്യസംഘം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം 10 മണിയോടെ തന്നെ ഈ പ്രദേശത്ത് സൈന്യം കൂടി എത്തുന്നതോടെ ഈ വേഗത്തിൽ ഈ 5 ദിവസമായി, ഇന്ന് 6ാമത്തെ ദിവസമാണ്, ഇത്തരം 5 ദിവസമായി എങ്ങനെയാണോ ഇതിലൊരു വീഴ്ച ഉണ്ടായത്, പക്ഷെ അതിനെ മറികടക്കാൻ എന്തായാലും ഇന്നത്തെ ഈ വേഗതയിലൂടെ സാധിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ വേഗത്തിലുള്ള പ്രവൃത്തി നടക്കുന്നു. തൊട്ടരികെ എത്തിയതായി തന്നെയാണ് നിലവിൽ സംഘത്തിൽ ഉള്ളവരും വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഇന്നലെ ഇവിടെ എത്തിയ രഞ്ജിത്തും ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. അദ്ദേഹമായിരുന്നു അല്പസമയം മുമ്പ് ഇത്തരത്തിൽ രഞ്ജിത്ത് ഈ പ്രദേശത്ത് എത്തിയ ശേഷമായിരുന്നു ഈ റഡാർ സംഘത്തെ ആ മണ്ണ് ഈ ലോറി കുടുങ്ങിയ സ്ഥലത്തേക്ക് ഈ റഡാർ സംഘത്തെ അയക്കുന്നത്, അവർക്ക് ധൈര്യം നൽകുന്നത്. ഈ രഞ്ജിത്ത് പറഞ്ഞു, ഈ 5 ദിവസമായി റഡാർ സംഘം ഉൾപ്പെടെയുള്ളവർ, ഈ ദൗത്യ സംഘം ഉൾപ്പെടെയുള്ളവർ വലിയ ഭയപ്പാടിലായിരുന്നു. കാരണം ഈ പ്രദേശത്ത് നിരന്തരം മണ്ണിടിച്ചിലുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശമാണ്, കുന്നിൽ നിന്നും താഴേക്ക് വെള്ളം നിരന്തരം ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സമീപത്തൊരു പുഴയുണ്ട്. അത്തരത്തിൽ വളരെ ഡേഞ്ചറായ ഒരു പ്രദേശമായിരുന്നു. ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ ദൗത്യസംഘത്തിന് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള, ഭയപ്പാടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രഞ്ജിത്തിന്റെ വരവോടുകൂടി ഇത് ഒരു മാറ്റം വരുന്ന സാഹചര്യമുണ്ടായി. കാരണം രഞ്ജിത്ത് തന്നെ നേരിട്ട് ഈ പ്രദേശത്തേക്ക് എത്തുകയാണ്. റോപ്പിലൂടെയും അതോടൊപ്പം തന്നെ ഈ കുന്നിന്റെ മുകളിലൂടെയെല്ലാം അദ്ദേഹം സഞ്ചരിച്ച് അവിടെ എത്തി ഈ റഡാർ സംഘത്തെ അവിടെ എത്തിക്കാനുള്ള ആദ്യം തുടക്കം മുതൽ തന്നെ ശ്രമം നടത്തിയിരുന്നു. പിന്നീടാണ് ഈ റഡാർ സംഘത്തിന് ഇന്നലെ അവിടെ വൈകുന്നേരം എത്താൻ കഴിഞ്ഞത്. ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഊർജിതമായ പരിശോധന നടത്തുന്നത്. എന്തായാലും ഈ സൈന്യം കൂടി വരുന്നതോടെ വലിയ ഈ മണിക്കൂറുകൾ തന്നെ നാം പ്രതീക്ഷിക്കുന്ന ഒരു ശുഭവാർത്ത ഉണ്ടാകുമെന്ന് നിലവിൽ പ്രതീക്ഷിക്കുന്നു.